ഇന്ന് തന്നെ രാവിലെ തന്നെ ചേട്ടൻ ക്ലാസ്സിൽ ഉണ്ടാക്കി തന്നു കേട്ടോ. അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇന്ന് അത്യാവശ്യമായിട്ട് നേരത്തെ എത്തേണ്ട ദിവസമായിരുന്നു. ഞാൻ ഇത്തിരി ലേറ്റായി, എന്നാലും കുഴപ്പമില്ല, എത്തേണ്ട സമയത്തൊക്കെ തന്നെ എത്തിയിട്ടോ. അപ്പോൾ ചില ബസ്സുകാർ നമ്മളെ കയറ്റാറില്ല, അതുകൊണ്ട് തന്നെ കേട്ടോ ഭൂരിഭാഗം ലേറ്റ് ആകുന്നത്. നമ്മൾ നേരത്തെ ചെന്നാലും അവർ കയറ്റില്ല, അപ്പോൾ പിന്നെ ഇത്തിരി ലേറ്റ് ആവും. ഇന്ന് നല്ല മഴക്കാറുണ്ടായിരുന്നു. ഞങ്ങളുടെ കോളേജിൽ ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഇനോഗ്രേഷൻ ചെയ്യുന്നൊരു പരിപാടിയാണ്. വിദ്യാധരൻ മാഷാണ് കേട്ടോ ഇന്ന് നമ്മുടെ ഇനോഗ്രേഷന് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. ക്യാമ്പസിൽ മെയിനായിട്ട് നടക്കുന്ന പരിപാടി ഫുള്ള് മെയിൻ ക്യാമ്പസിലായിരിക്കും. അപ്പം നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് വേറെ ആയതുകൊണ്ട് നമ്മൾ വേറെ സെക്ഷനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പരിപാടിക്ക് വേണ്ടിയിട്ട് അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം സാറിൻ്റെ ഇനോഗ്രേഷൻ ആയിരുന്നു കേട്ടോ. അതിനുശേഷം പ്രസംഗം ഉണ്ടായിരുന്നു. പിന്നെ സാറ് നമുക്ക് വേണ്ടി കുറച്ച് പാട്ടുകളൊക്കെ പാടിയിട്ടോ. അടിപൊളിയായിരുന്നു സത്യം പറഞ്ഞാൽ. അവിടെ നിന്ന് കേൾക്കാൻ നല്ല രസമുണ്ട്. ഞാനങ്ങനെ പാട്ടൊന്നും കേൾക്കുന്ന ആളല്ല, ഇങ്ങനെ പാട്ടുകാരൊക്കെ വന്ന് പാടുന്ന അതൊന്നും അങ്ങനെ കേൾക്കാറില്ല, ഫോണിൽ കേൾക്കുന്നതല്ലാതെ. പക്ഷെ നേരിട്ട് കേട്ടപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. നമ്മളിങ്ങനെ ഇരുന്ന് പോകും ആളുടെ ശബ്ദമൊക്കെ കേൾക്കുമ്പോൾ. പിന്നെ നമ്മുടെ കോളേജിലെ കുട്ടികളുടെ തന്നെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരുടെ പരിപാടിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഇടയിൽ ഒരു ഗുരുതർപ്പണം എന്നുള്ള രീതിയിൽ കുറച്ച് പരിപാടികളുണ്ടായിരുന്നു. എല്ലാം കൊണ്ടും പരിപാടി അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ നേരം ഒരു 4 മണിയൊക്കെ ആയിട്ടുണ്ട്.